ഉടമ്പടി എടുക്കുന്ന എല്ലാവരും 6 നിയോഗങ്ങൾ നമ്മൾ മാതാവിന് സമർപ്പിക്കുന്നു. ഈ നിയോഗങ്ങൾ മാതാവ് നമുക്ക് സാധിച്ചു തരുന്നു. മാതാവ് നമുക്ക് ആ നിയോഗങ്ങൾ സാധിച്ചു തരുമ്പോൾ മാതാവ് എന്താണ് നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഉടമ്പടി എടുത്ത ആൾക്ക് ദൈവത്തിൻ്റെ കൃപ രൂപപ്പെട്ടിട്ടുണ്ടോ എന്നാണ് മാതാവ് നോക്കുന്നത്. അതുപോലെ അവർക്ക് ആത്മാവിൻ്റെ കൃപ ലഭിച്ചിട്ടുണ്ടോ, അവർ ഉടമ്പടി എടുക്കുന്ന ഓരോരുത്തരിലും ഒരു ക്രിസ്തു രൂപപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ദൈവം നോക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു ഉടമ്പടി എടുക്കുന്നത് കൊണ്ട് ദൈവത്തിന് എന്താണ് ലാഭം? ദൈവം എന്താണ് ഒരാളൊരു ഫേവർ ചെയ്യുന്നു, അപ്പം അവർ നമ്മളിൽ നിന്ന് എന്തായിരിക്കും ശരിക്കും എക്സ്പെക്റ്റ് ചെയ്യുന്നത്? നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒരു റിസൾട്ട് അവർ എക്സ്പെക്റ്റ് ചെയ്യുമല്ലോ. അതുപോലെയാണ് ഇപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ ദൈവം നമുക്ക് ഒത്തിരി അനുഗ്രഹം തരുന്നുണ്ട്. അതേസമയം ദൈവം നമ്മളിൽ നിന്നും ഒരു പുതിയ മനുഷ്യനെ അല്ലെ പുതിയ ഒരു വ്യക്തിനെയാണ് ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ദൈവം നമ്മളിൽ ഒരു ക്രിസ്തു രൂപപ്പെടാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് എപ്പോഴും ഉടമ്പടി എടുക്കുന്നത് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരിതാണ്, നമുക്കൊരു ലഭിക്കുന്ന അനുഗ്രഹം. ഇറ്റ്സ് നോട്ട് ബൈ മെറിറ്റ്, നമ്മുടെ യോഗ്യത കൊണ്ടല്ല, അത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ലഭിച്ച അനുഗ്രഹമാണ്. അങ്ങനെ ഒരു തോട്ട് എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. പിന്നെ നമുക്ക് ഓവർ കോൺഫിഡൻസും അതുപോലെ അഹങ്കാരം അതെല്ലാം ഒഴിവാക്കി നമ്മളൊരു കൊച്ചു കുട്ടിയെപ്പോലെ എന്നപോലെ നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കണം. അതാണ് ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നിന്നെ കൂടാതെ എനിക്കൊന്നും സാധ്യമല്ല. 1 കൊരിന്തോസ് 15-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്ന പോലെ, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. അതുപോലെ ഉടമ്പടി എടുക്കുന്നവർക്ക് ക്ലേശങ്ങളുണ്ടാകാം. ആ ക്ലേശങ്ങളുണ്ടാകുമ്പോൾ അതിൽ നമ്മൾ തളരരുത്, അതിൽ പിടിച്ചു നിൽക്കണം. ദൈവിക സ്നേഹത്തെ പ്രതി ആ ക്ലേശങ്ങൾ നമ്മൾ ദൈവത്തിനെ സമർപ്പിക്കണം. പക്ഷേ ഇങ്ങനെ ക്ലേശങ്ങൾ ഉണ്ടായാലും ദൈവം ഒരിക്കലും നമ്മളെ തോൽക്കാൻ സമ്മതിക്കുകയില്ല. നമുക്ക് ഉയർച്ച തരിക തന്നെ ചെയ്യും. നമ്മുടെ ഉടമ്പടിയിൽ വിശ്വസ്തരായി അവർ പറയുന്ന നിബന്ധനകളും എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ ദൈവം ഒരിക്കലും നമ്മളെ തോൽക്കാൻ അനുവദിക്കുകയില്ല, നമ്മളെ ഉയർത്തുക തന്നെ ചെയ്യും. നാളെ ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ ഒന്നുമല്ല. നാളെ നമുക്ക് ഒത്തിരി അനുഗ്രഹം ദൈവം നമുക്കായി കരുതി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നോക്കാം. അപ്പം ചെറിയ ചെറിയ കഷ്ടതകൾ ഉണ്ടാകുമ്പോൾ ദൈവിക സ്നേഹത്തെ പ്രതി അത് സഹിക്കുക, അത് സ്നേഹത്തോടെ അക്സെപ്റ്റ് ചെയ്യുക. റോമ 8-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങൾ അത് എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ അത് എന്തിനു വേണ്ടിയാണ് ദൈവം നമുക്ക് തരുന്നത്, അത് എന്തിനു വേണ്ടിയാണ് നമുക്ക് തരുന്നത് എന്ന് അറിയുന്നതിന് അത് അറിയാനായി നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഹെൽപ്പ് വേണം. പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ വരുന്ന ഓരോ കാര്യങ്ങളും ദൈവം നമുക്കത് എന്തിനാണ് തരുന്നത്, അല്ലെങ്കിൽ ക്ലേശങ്ങൾ തരുന്നു, അനുഗ്രഹങ്ങൾ തരുന്നു, എന്തിനാണ് അത് തരുന്നത് എന്നറിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അതുപോലെ നമുക്ക് ജ്ഞാനം വേണം. ജ്ഞാനം നിറയുമ്പോൾ ദൈവിക പദ്ധതികളനുസരിച്ച് അത് എന്തിനുള്ള പദ്ധതികളാണ്, അതെൻ്റെ ക്ഷേമത്തിനുള്ള പദ്ധതികളാണ് എന്ന ഒരു തോട്ട് നമുക്ക് ലഭിക്കും. അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ വഴികളിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നു. അതിനായി ആ വഴി ഏതാണോ അതിലെയാണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. അതിനകത്ത് കല്ലും മുള്ളും സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയും എല്ലാ വഴികളും ഉണ്ടാവും. പക്ഷേ ദൈവത്തിനറിയാം ഏതിലെയാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ഈ ആളെ ഇതിലെയാണ് ഏത് വഴിയിൽ കൂടെയാണ് കൊണ്ടുപോകേണ്ടത് എന്ന് ദൈവത്തിന് കറക്റ്റായിട്ടുള്ള ഒരു ബോധ്യമുണ്ട്. അപ്പം ആ വഴിയിൽ കൂടെ തന്നെയായിരിക്കും ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഉടമ്പടി എടുക്കുന്ന ഓരോരുത്തരെയും ദൈവം മോൾഡ് ചെയ്ത് പുതിയ ഒരു
വ്യക്തിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നമുക്ക് പഴയ കാലത്ത് ഒത്തിരി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഒത്തിരി ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഉടമ്പടി എടുക്കുന്നതിലൂടെ ദൈവം നമ്മളെ പുതിയൊരു വ്യക്തിയാകുന്നു. ദൈവിക പദ്ധതിയിൽ ഉൾപ്പെടുത്താനായി നമ്മളെ നിയോഗിക്കുന്നു. ഉടമ്പടി എടുക്കുന്ന നമ്മൾ ഓരോരുത്തരെയും പറ്റി ദൈവത്തിന് ഓരോ പദ്ധതികളുണ്ട്. ഇന്നയാൾ ഇന്ന രീതിയിലാവണം, അല്ലെങ്കിൽ ഇന്നയാൾ ഇന്ന രീതിയിൽ ഓരോ ആൾക്കാരെ സഹായിക്കുക, അങ്ങനെ പല പദ്ധതികൾ ദൈവത്തിനുണ്ട്. ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യുക, കാരുണ്യപ്രവർത്തികൾ ചെയ്യുക, സഹായം ആവശ്യമുള്ളവർക്ക് സഹായം നൽകുക. അതുപോലെ വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിലും പാപങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുക, ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്ന് നിൽക്കുക, അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കി ദൈവം വചനത്തിലൂടെ നമ്മളോട് എന്താണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായി നമുക്ക് പറഞ്ഞിട്ടുള്ള ബൈബിളിലൂടെ നമുക്കത് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. അപ്പം അത് റെഗുലറായിട്ട് ചെയ്യുക. അതുപോലെ ക്ലേശങ്ങളുണ്ടാകുമ്പോൾ അതിൽ തളർന്നു പോകാതെ, അല്ലെങ്കിൽ അതിനെ പഴിക്കാതെ അത് ഉൾക്കൊണ്ട് അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരാജയങ്ങളിലും തോൽവികളിലും അമ്മയോട് ചേർന്ന് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം: ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ദൈവിക ചൈതന്യം എല്ലാവരിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്താൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.